ഹായ് ഫ്രണ്ട്സ്, വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇടിച്ചക്ക കൊണ്ടുള്ളൊരു കട്ട്ലറ്റാണ്. ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചക്കക്കുരുവും ചക്കച്ചുളയും പാകമാകുന്നതിന് മുമ്പായിട്ടുള്ള ചെറിയ ചക്ക. അപ്പോൾ അതുകൊണ്ടുള്ള കട്ട്ലറ്റാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത്. ഇത് ഇടിച്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി ലേശം ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇനി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കട്ട്ലറ്റിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഇടിച്ചക്ക, ഇത് 2 കപ്പുണ്ട്. ഇതൊരു സവാളയുണ്ട്, ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്ത് വച്ചിരിക്കുകയാണ്. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരു പാത്രം ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ച് സവാള വഴട്ടാം. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അധികം ചുമക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി ഉള്ളി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഇതിലുള്ള ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. ചക്ക വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താണ് വേവിച്ചത്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് കട്ട്ലറ്റിൻ്റെ ആകൃതിയിൽ പരത്തി വെക്കാം. ഇനി ഇതെല്ലാം ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം. ഒരു മുട്ടയുടെ വെള്ള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയുടെ വെള്ള ഒന്ന് ഫോർക്ക് കൊണ്ടൊന്ന് അടിച്ചു കൊടുക്കണം.
ഇനി ഇത് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെയെല്ലാം തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അടിവശം ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കോരി എടുക്കാം. കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കട്ട്ലറ്റാണ് ഇത്. ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുകയില്ല. നോൺ വെജിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഈ കട്ട്ലറ്റിനുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.